ഫ്രണ്ട്സ്, ഇതാണ് ചൈനയിലെ ബീജിങ്ങിലുള്ള പ്രശസ്തമായ ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതൊരു പബ്ലിക് സ്ക്വയറാണ്, അതായത് വേൾഡിലെ പബ്ലിക് സ്ക്വയറുകളിൽപ്പെട്ട ഒരു ലാർജസ്റ്റ് സ്ക്വയറുകളിൽപ്പെട്ട ഒരു സ്ക്വയറാണ് ഈ ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ ചരിത്രം, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണുന്ന കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്, സംഭവങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ചൈനയിൽ പണ്ടുണ്ടായിരുന്ന ഒരു മിങ് രാജവംശം, ആ സമയത്ത് ആ ഡൈനാസ്റ്റി മിങ് രാജവംശക്കാരുടെ സമയത്ത് കൺസ്ട്രക്ട് ചെയ്ത ഒരു വലിയ കൊട്ടാര സമുച്ചയമുണ്ട്. അതാണ് ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർബിഡൻ സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം വിലക്കപ്പെട്ട നഗരം എന്നാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത്, സാധാരണ ആൾക്കാർക്ക് ഈ കൊട്ടാരത്തിലോട്ടുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോർബിഡൻ സിറ്റി ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ നേതാവായ മാവോ സേതുങ്ങിൻ്റെ മുസോളിയം ഉണ്ട് കേട്ടോ. അത് ചെയർമാൻ മാവോ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. മാവോ മെമ്മോറിയൽ ഹാളുണ്ട്, അതിൽ മുസോളിയം ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു ചൈന നാഷണൽ മ്യൂസിയം ഉണ്ട്. ഇപ്പം ഉള്ളിൽ നമ്മൾ പോകുന്നില്ല, നമ്മുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനോടനുബന്ധിച്ചുള്ളത്. അപ്പോൾ ഈ സ്ക്വയർ പിന്നീട് ഈ രാജഭരണകാലത്തിന് ശേഷം ഇത് പബ്ലിക് ഗാദറിങ് മീറ്റിംഗ്സ് ഒക്കെ നടത്താനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഈ റെഡ് ഫ്ലാഗ് ഇപ്പോൾ എല്ലായിടും നമുക്ക് കാണാം. ഇവിടെ വന്നാൽ റെഡ് ഫ്ലാഗ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറം രാജ്യങ്ങളിൽ ഈ സ്ക്വയർ പ്രശസ്തമായത് എന്താണെന്ന് വെച്ചാൽ, 1989 ഇവിടെ ഒരു ഭയങ്കര പ്രക്ഷോഭം നടന്നു. വിദ്യാർത്ഥികളും തൊഴിലാളികളും ഇത് കമ്മ്യൂണിസ്റ്റ് ഓട്ടോക്രസി, അതായത് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ, അതായത് ഇവർ ഈ ആളുകളുടെ അവകാശങ്ങളൊക്കെ കുറേ നിഷേധിക്കുമായിരുന്നു. ആളുകൾക്ക് ഫ്രീഡം ഇല്ല, കാരണം വെച്ചാൽ ഇവരുടെ കൺട്രോളിലേക്ക് പോകാവൂ എന്നുള്ള ഒരു ഇതാണ്, ഡെമോക്രസി അല്ല. അപ്പോൾ ഈ എഴുതാനുള്ള അവകാശം, അതായത് അവരുടെക്കുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻസ്, എതിരായ അഭിപ്രായങ്ങൾ എഴുതാനും തുറന്ന് സംസാരിക്കാൻ, ഇതൊക്കെ അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് നിഷേധിച്ചിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് തൊഴിലാളികളും വിദ്യാർത്ഥികളും കൂടി പ്രക്ഷോഭം നടത്തി. അത് ഈ മിലിറ്ററിയെ വെച്ചിട്ട് ഗവൺമെൻറ് കേട്ടോ, മിലിറ്ററിയെ വെച്ചിട്ടാണ് ഒതുക്കിയത്. അതിൽ എത്രയോ പേര് മരിച്ചു എന്നാണ് പറയുന്നത്. 450 പേര് മരിച്ചു. പല കണക്കാണ് ചൈന പറയുന്നത്. 2000 പേരോളം മരിച്ചു എന്നാണ് പുറം രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതാണ് അത് ഈ പ്രക്ഷോഭശേഷം ഇത് വളരെ ഫേമസ് ആയി പുറം രാജ്യങ്ങളിലൊക്കെ. ഈ ടിയാനൻമെൻ സ്ക്വയർ മെസാക്കർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ വളരെയധികം അറിയപ്പെടുന്നതാണ്. ഇതിൻ്റെ അതും കൂടി ആയിട്ടാണ് ഈ ടിയാനൻമെൻ സ്ക്വയർ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഇത് ഫേമസ് ആയി നമ്മൾ അറിയുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഫോർബിഡൻ സിറ്റി. അതായത് ഫോർബിഡൻ സിറ്റി എന്ന് പറഞ്ഞ ഒരു കൊട്ടാര സമുച്ചയമാണ് കേട്ടോ. അതായത് ചൈനയിലെ ബീജിങ്ങിൽ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ അടുത്തുള്ള ഒരു കൊട്ടാര സമുച്ചയമാണ്. അതായത് ഈ കൊട്ടാര സമുച്ചയം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്ട്രക്ചറാണിത്. ഇതിൽ ചെറുതും വലുതുമായിട്ട് 90ഓളം പാലസുകളുണ്ട് കേട്ടോ. ഈ കാണുന്ന എല്ലാം അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതിലെല്ലാം കൂടി 9000 റൂംസ് ഉണ്ട്. അപ്പം അത് ഈ മിങ് രാജവംശത്തിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. ഇതുപോലെ ഓരോ കോർട്ട്യാർഡ് ഉണ്ട്. ഇപ്പൊ ഒരു കോർട്ട്യാർഡും അതിന് ചുറ്റും കൊട്ടാരങ്ങളും. അപ്പൊ അത് ഇറങ്ങി ഇപ്പൊ നമ്മളൊരു കൊട്ടാരം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കോർട്ട്യാർഡും ചുറ്റും പാലസും, അങ്ങനെയാണ് ഈ 90 പാലസ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിലെല്ലാം കൂടി 9000 റൂംസ് ആണ്. അപ്പൊ നമുക്ക് ഇത് അന്നത്തെ രാജവംശം, അതായത് മിങ് രാജവംശകാലത്താണ് ഇത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അവരാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം കിങ് രാജവംശം, അതായത് ചൈനയിലെ ലാസ്റ്റ് ഭരിച്ച രാജവംശകാലവും അവരും ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇതാണ് അവരുടെ ചൈനീസ് രാജാക്കന്മാരുടെ ഒരു പ്രൗഢി നമ്മളെ വിളിച്ചറിയുന്ന കൊട്ടാര സമുച്ചയമാണിത്. ഇത് പ്രശസ്തമായ ടിയാനൻമെൻ സ്ക്വയർ നിർമ്മിച്ച തന്നെ ഇതിലോട്ടുള്ള ഒരു എൻട്രൻസ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു പബ്ലിക് സ്ക്വയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഈ മുഴുവൻ പാലസ് കയറിപ്പോ
കയറി കാണുക എന്നുള്ള പോസിബിൾ അല്ല. പക്ഷെ എല്ലാം ഒരുപോലെയുള്ള സ്ട്രക്ചർ, അതിനകത്ത് യാതൊരു ഫർണിച്ചറോ കാര്യങ്ങളോ ഇല്ല. ആളുകൾക്ക് ഇങ്ങനെ എല്ലായിടും കയറാം. 1-2 പാലസ് മാത്രം അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെന്തോ ചിലപ്പോൾ അതിൽ ഫർണിച്ചറോ കാര്യങ്ങളോ ഉണ്ടാവും, അതിനകത്ത് കയറ്റില്ല. അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിലും പബ്ലിക്കിന് എൻട്രി ഉണ്ട്. ഇവിടെ കുറേ ചൈനീസിന് എന്താ വെച്ചാൽ ചൈനീസ് നമ്മൾ പറഞ്ഞല്ലോ, ചൈനക്കാർക്ക് പുറം ലോകമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഇവിടുത്തെ ഏകാധിപത്യ ഗവൺമെൻറ് ഇപ്പോഴും അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഉള്ളിൽ ചെറിയൊരു കനാല് പോലെ ഇതൊരു ഉണ്ടാക്കി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്കറിയാലോ എല്ലാ രാജ്യങ്ങളിലും രാജവംശങ്ങളെ ആൾക്കാർ മടുത്തിട്ട് പിന്നെ ആളുകൾ ഓരോ പാർട്ടികൾ ഉണ്ടാക്കി അതിനെ അട്ടിമറിച്ച് പിന്നെ ഡെമോക്രസി മറ്റ് ഉള്ള ഭരണങ്ങൾ വന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ 1911 ചൈനീസ് റവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്ഷോഭം ഉണ്ടായി. അങ്ങനെ അവസാനം ഭരിച്ച കിങ് രാജവംശത്തെ അട്ടിമറിച്ച് കൂമിങ്താങ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഗവൺമെൻറ് രൂപീകരിച്ച് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് പിന്നെ അറിയപ്പെട്ടത്. അപ്പോൾ ഈ കൂമിങ്താങ് പിന്നെ എന്താ വെച്ചാൽ ചൈനയിലെ നാട്ടുരാജ്യങ്ങളും പലതുമായിരുന്നു, അതൊക്കെ യൂണൈറ്റ് ചെയ്ത് എല്ലാവരും ചൈനയുടെ ഗവൺമെൻറ്റിൽ കീഴിലാക്കി. ഈ നമ്മൾ പറഞ്ഞല്ലോ കൂമിൻതാങ്ങിന്റെ രാജഭരണം അട്ടിമറിച്ച് കൂമിൻതാങ് ഭരണം തുടങ്ങിയെന്ന്, റിപ്പബ്ലിക് ഓഫ് ചൈന. അതിനുശേഷം അപ്പോഴത്തേക്കും ഈ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തപ്പെട്ടിരുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ നേതാവായിരുന്നു മാവോ സേതുങ്. നമുക്കറിയാം പുറം രാജ്യങ്ങളിലെ ചൈന എന്ന് പറയുമ്പോൾ ചൈനയോടൊപ്പം ചേർത്ത് വെക്കുന്ന പേരാണ് മാവോ സേതുങ് എന്നുള്ള നേതാവിന്റെ പേര്. അപ്പൊ ഈ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഈ കൂമിൻതാങ് എന്നുള്ള പാർട്ടി അട്ടിമറിച്ച് ഗറില്ല യുദ്ധത്തിലൂടെ അട്ടിമറിച്ച് അവര് ഭരണം കൈയടക്കി. അങ്ങനെ അന്നു മുതൽ കേട്ടോ 1949 ഇന്ന് വരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈന ഭരിക്കുന്നത്. അപ്പം മാവോ സേതുങ്ങിനെ കുറിച്ച് നമുക്ക് കുറച്ച് പറയേണ്ടി വരും. മാവോ സേതുങ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളാണ് അദ്ദേഹം അന്നെന്ന് പറഞ്ഞാൽ രാജഭരണം അവസാനിച്ചിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ രാജാക്കന്മാരിൽ നിന്ന് ഈ പ്രഭുക്കന്മാരിൽ നിന്നൊക്കെ കുറെ ഭൂമി എടുത്തിട്ട് കർഷകർക്ക് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം അനുവദിച്ചു. പിന്നെ കുറച്ച് അദ്ദേഹം എന്താ വെച്ചാൽ പെട്ടെന്ന് പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ചാല് ഭയങ്കര വമ്പൻ പരാജയങ്ങളായിരുന്നു. അതായത് അദ്ദേഹം നോക്കിയപ്പോ നല്ലതിനു വേണ്ടി ചെയ്തതാണ്. അദ്ദേഹം നോക്കിയപ്പോ ഈ കർഷക കൃഷി കൊണ്ടിരുന്നാലൊന്നും രാജ്യത്തിന് പ്രോഗ്രസ് ഉണ്ടാവത്തില്ല. അപ്പൊ പുറം പല രാജ്യങ്ങളിൽ നോക്കി ഇൻഡസ്ട്രി വന്നാലേ ഡെവലപ്മെന്റ് വരുള്ളൂ. അപ്പൊ അദ്ദേഹം കർഷകരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വേഗം ഇൻഡസ്ട്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർഷകർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. നമുക്കറിയാലോ കർഷകർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സ് അങ്ങനെയാണ്, ചെടികളുമൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ലോല മനസ്സാണ്. അപ്പൊ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല അവരോട് ഫോഴ്സ്ഫുള്ളി ബലമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ബലമായിട്ട് പറഞ്ഞപ്പോ അതില് ബുദ്ധിമുട്ടായിട്ട് പലരും ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇവരെതിരായിട്ട് എതിരായിട്ട് ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞവരെയൊക്കെ കൊല ചെയ്തു. അങ്ങനെ 5 കോടി ജനങ്ങൾ മരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അതൊരു വലിയ ചെറിയ സംഖ്യയൊന്നും അല്ല. നമ്മൾ ജർമ്മനിയുടെ ഹിറ്റ്ലറോടും കംബോഡിയയിലെ പോൾപോട്ടിനോടും ഒക്കെ ചേർത്ത് വെക്കുന്ന പേരായി മാറി മാവോ സേതുങ് എന്ന ഡിക്റ്റേറ്ററുടെ ഏകാധിപതി സ്വേച്ഛാധിപതി. അപ്പൊ അതിനുശേഷം പിന്നെ അദ്ദേഹം 5 ഇയർ പ്ലാൻസും കൊണ്ടുവന്നു, അതും വമ്പേ പരാജയമായി. അങ്ങനെ ഇങ്ങനെ ചൈന ദാരിദ്ര്യത്തിലായി കേട്ടോ, ഭയങ്കര കൊടിയ പട്ടിണിയായി. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം പിന്നീടും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെയായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ ഒരു പരാജയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതേ രീതി തന്നെയെങ്കിലും കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ടൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. എനിവേ അത് സക്സസ് ആയി കേട്ടോ. അതായത് ഞാൻ പറയുന്നത് ഇവരുടെ ഒരു അതുപോലെ തന്നെ മാവോ സേതുങ് പറഞ്ഞിരുന്നു 5 കോടി ജനങ്ങൾ മരിച്ചാലൊന്നും ചൈന അന്ന് വളരെ പോപ്പുലേഷൻ ഉള്ള രാജ്യമായിരുന്നു. അപ്പൊ 5 കോടി ജനങ്ങളൊന്നും മരിച്ചാലൊന്നും ചൈനയ്ക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയൊരു ക്രൂരനായിട്ടാണ് അദ്ദേഹത്തെ പുറത്ത് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ അതിനുശേഷം ഈ അദ്ദേഹത്തിന്റെ പിൻഗാമികളും ഇങ്ങനെയൊക്കെ തുടർന്നെങ്കിലും അവർക്ക് കുറച്ചുകൂടി ഇതിന്റെ പാളിച്ചകൾ മനസ്സിലാക്കിയിട്ട് അവർ കുറച്ചുകൂടി ഇതൊക്കെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം
നമുക്കറിയാം ഇന്ന് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈന കൈവയ്ക്കാത്ത ഒരു ഫീൽഡും ഇല്ല. ഈ ആർട്ടിഫിഷ്യൽ സൂര്യനെ വരെ ഉണ്ടാക്കാൻ അവര് ചെയ്യാത്ത ഒരു ഫീൽഡും ഇല്ല. അവിടെ ലോകത്തെ ഏറ്റവും കൂടിയ മഗ്ലേവ് ട്രെയിൻ സ്പീഡ് കൂടിയ ബുള്ളറ്റ് ട്രെയിൻ ഇതെല്ലാം അങ്ങനെ എല്ലാം പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തീരില്ല. അങ്ങനെ അത്രയും വലിയ കൺട്രി ആയിട്ട്, അതായത് ഗ്ലോബൽ GDP എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്ന ഇൻഡെക്സ് ആണ് GDP. ആ GDP എടുത്താൽ പോലും അമേരിക്കയുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു, ശരിക്കും അമേരിക്കയുടെ ഒപ്പം തന്നെ എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം ആയി മാറി ചൈന കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഇവരുടെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ആ നല്ല പോയിന്റ്സ്, അതായത് ഇവരുടെ ആ വളർച്ച നമുക്ക് അംഗീകരിക്കാതെ പറ്റില്ല. ഇന്ന് ആർക്കും തന്നെ ഇംഗ്ലീഷ് അറിയില്ല. ഈ ടൂറിസ്റ്റ് ഗൈഡ്, എന്തിന് എയർപോർട്ടിൽ ഇരിക്കുന്നവർക്ക് പോലും അറിയില്ല, ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് മാത്രം. ഫ്രണ്ട്സ്, ഇതാണ് 2008 ഒളിമ്പിക്സ് നടന്നത് ചൈനയിലെ ബീജിംഗിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒളിമ്പിക്സിന്റെ ഒരു സ്റ്റേഡിയം ആണ്. അപ്പൊ ഈ സ്റ്റേഡിയത്തിന്റെ പേര് ബേർഡ്സ് നെസ്റ്റ് സ്റ്റേഡിയം എന്നാണ്. അതായത് ഒരു പക്ഷിയുടെ കൂട് പോലെയാണ് ഈ സ്റ്റേഡിയം ഇരിക്കുന്നത്. ഈ ചൈനയില് നമ്മള് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ പ്രൊവിൻസ് എന്നാ പറയാ കേട്ടോ. ചൈനയില് 23 പ്രൊവിൻസും 5 ഓട്ടോണമസ് റീജിയൻസും ഉണ്ട്, സ്വതന്ത്ര ഭരണ അധികാരമുള്ള റീജിയൻസ് ഉണ്ട്. പിന്നെ 2 മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇത് കൂടാതെ 2 സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ഉണ്ട്. അപ്പൊ ഈ നമ്മൾ ചൈനയുടെ ക്യാപിറ്റലായ ബീജിംഗ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഈ, അല്ലാതെ പ്രൊവിൻസ് അല്ല അതിന്റെ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഷാങ്കായി മുനിസിപ്പാലിറ്റി ആണ്. അപ്പൊ ഈ 2 മുനിസിപ്പാലിറ്റിയിൽ പെടുന്നതാണ് ഈ ഷാങ്കായും ബീജിംഗും. പിന്നെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ എന്ന് പറയുന്നതാണ് ഹോങ്കോങ്ങും മക്കാവും. ശരിക്കും ഹോങ്കോങ്ങും മക്കാവും എന്ന് പറഞ്ഞാൽ 2 കൺട്രീസ് പോലെയാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് അതിന്റെ കറൻസി സെപ്പറേറ്റ് ഉണ്ട്, ഫ്ലാഗ് സെപ്പറേറ്റ് ഉണ്ട്, അതിന്റെ ഭരണം അങ്ങനെ എല്ലാം കൊണ്ടും അതൊരു സ്പെഷ്യൽ കൺട്രി പോലെയാണ്. പക്ഷെ അത് കൺട്രി അല്ല, ചൈനയുടെ കീഴിലുള്ള സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻസ് ആണ്. ചൈന അതിലൊന്നും കൈകടത്തത്തില്ല. ചൈന ഡിഫൻസിലും പിന്നെ ഫോറിൻ അഫയേഴ്സിലും മാത്രമേ ചൈന ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ചൈനയുടെ കീഴിലാണെങ്കിൽ തന്നെ ഡിഫറെന്റ് കൺട്രി പോലെ തന്നെയാണ്. അപ്പൊ ഇത്രയും ആണ് ചൈനയുടെ കീഴിലുള്ള റീജിയൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഫ്രണ്ട്സ്, ഇതാണ് ചൈനയിലെ ബീജിങ്ങിലുള്ള ടെമ്പിൾ ഓഫ് ഹെവൻ എന്നാണ് ഇത് പറയുന്നത് കേട്ടോ. കണ്ടോ, ഇത് വലിയൊരു അമ്പലമാണിത്. ഈ അമ്പലം ഇത് കൺസ്ട്രക്ട് ചെയ്തത് 14ാം സെഞ്ചുറിയിൽ മിങ് രാജവംശത്തിന്റെ സമയത്താണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ ഇത് ഇവർക്കൊരു ആരാധനാലയം ഇവര് നിർമ്മിച്ചാണ്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്, അതായത് ഈ എർത്തും ഹെവനും തമ്മിലുള്ള ഒരു ബന്ധം, അതായത് മനുഷ്യരും ദൈവങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്. അതായത് ഇവിടെ ചൈനയില് ചൈനയിൽ ബുദ്ധിസം ആണ് ഉണ്ടായിരുന്നത്. അതായത് ബുദ്ധിസം ഡെവലപ്പ് ചെയ്ത് വന്നതോടുകൂടി ബുദ്ധിസം ആണ് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വന്നത്. അപ്പൊ ഈ ബുദ്ധിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബുദ്ധിസം ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ, പക്ഷെ റീബർത്ത്, ജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ വന്നത് കൺഫ്യൂഷനിസം ആണ്. അതായത് കൺഫ്യൂഷൻ നമുക്കറിയാലോ, കൺഫ്യൂഷ്യസ് ഒരു ഫിലോസഫർ ആയിരുന്നു. പിന്നെ ടാവോയിസം, അവരൊന്നും തന്നെ വേറെ രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവർക്കൊരു ദൈവീക സങ്കല്പമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ ഇങ്ങനെ ഒരു ഇതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത, അതായത് ഈ ഒരു പർപ്പസിൽ കൺസ്ട്രക്ട് ചെയ്താണ് ഈ ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇവര് ഹാർവെസ്റ്റ്, അതായത് പണ്ട് ചൈന എന്ന് പറഞ്ഞാൽ ഒരു കൃഷി ചെയ്ത് മാത്രം ജീവിച്ച ഒരു രാജ്യമായിരുന്നു. അപ്പൊ ഈ കൃഷിയിൽ ഹാർവെസ്റ്റിലൊക്കെ വെതറുകൾ മാറുമ്പോൾ, കാലാവസ്ഥ മാറുമ്പോൾ ഉള്ള നഷ്ടങ്ങൾ, അപ്പം ഹാർവെസ്റ്റിന്റെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ കിട്ടാനും പിന്നെ നല്ല കാലാവസ്ഥകൾ വരാൻ അങ്ങനെയൊക്കെയുള്ള പർപ്പസിന് വേണ്ടി ഉള്ള ഒരു ആരാധനാലയമാണ്
ഈ ചൈനയിലുള്ള മതങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിസം, കൺഫ്യൂഷനിസം, ടാവോയിസം ഇതൊക്കെയാണ്. അതൊക്കെ പിന്നെ മൈഗ്രേറ്റ് ചെയ്തു വന്ന ക്രിസ്ത്യൻസും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്, ചെറിയൊരു ശതമാനം ഉണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന ശേഷം ഇവര് കൂടുതലും പേരും ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസം അനുസരിച്ച് അവര് ദൈവത്തിലെ വിശ്വസിക്കുന്നില്ല. റിലീജിയസ് ബിലീഫ് പോകണം അങ്ങനെയാണ്. അതുപോലെ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. എൻ്റെ ഭാഷ മതി എനിക്ക്. എൻ്റെ ഭാഷ കൊണ്ട് ഞാൻ ഈ ലോക രാജ്യങ്ങളെ മുഴുവൻ എൻ്റെ കാൽച്ചുവട്ടിലാക്കും. അതാണ് ഇവര് തരുന്ന മെസ്സേജ് കേട്ടോ. അതുപോലെ വാട്സാപ്പ് ഇല്ല, യൂട്യൂബ് ഇല്ല, ഗൂഗിൾ ഇല്ല, എല്ലാം ഞാൻ സെർവറിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പടിക്ക് പുറത്താണ്. ഇവരുടേതായ ആപ്പുകളുണ്ട്. നമ്മളിവിടെ വന്ന VPN, ഇവരുടെ VPN ഡൗൺലോഡ് ചെയ്താലേ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ ഇന്റർനാഷണൽ റോമിംഗ് എടുത്തോണ്ടാണ് എനിക്ക് ഈ വാട്സാപ്പ് ഒക്കെ കിട്ടിയത്. അതാണ് ഇവിടെ ഉള്ളവർ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇവർക്ക് ഇവിടെ എല്ലാം ഉണ്ട്, ഇവർക്ക് പുറത്തു പോകേണ്ട കാര്യമില്ല, ഇവർ ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഇല്ല. ഇവിടുത്തെ ടോപ്പോഗ്രാഫി അനുസരിച്ച് മലകളാണ് കേട്ടോ. നമ്മുടെ പോലത്തെ ക്ലൈമറ്റ്, ഈ മഴയും വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം നല്ല പച്ചപ്പാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അതുപോലെ ഇവിടെ കോവിഡ് ഒക്കെ നമ്മൾ പറയും കോവിഡ് വന്നു ഇവര് അതും ഇതും തിന്നുന്നൊക്കെ. ഇവിടെ ഒരു കടലാസ് കഷ്ണോ ഫുഡ് വേസ്റ്റോ കാണണമെങ്കിൽ നമ്മള് എത്ര നോക്കിയാലും റൂറൽ ഏരിയ പോലും കാണില്ല കേട്ടോ. അത്രയ്ക്ക് നീറ്റ്. അതുപോലെ ഒരു തെരുവ് പട്ടിയുടെ ഒരു പട്ടിക്കുട്ടിയെ പോലും ഒരു സ്ഥലത്തും കണ്ടില്ല കേട്ടാ. അതായത് ഒരു ഫുഡ് വേസ്റ്റ് ഇല്ല. വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അത്ര ഇതായിട്ട് എഫിഷ്യന്റ് ആണ് അവിടെ.